പല വിധത്തിലുള്ള ലീഗാണ് LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. അപ്പം അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് CPM ലീഗ്, മറ്റത് കോൺഗ്രസ് ലീഗ്. കുന്നമംഗലത്തെ NDA സ്ഥാനാർത്ഥി VK സജീവൻ നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം പ്രചാരണമൊക്കെ വലിയ ആവേശമായിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ ഒരു ജനപിന്തുണ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ താഴെത്തട്ടിൽ നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് കുന്നമംഗലം മണ്ഡലം. ഗണ്യമായിട്ടുള്ള വോട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ രണ്ട് മുന്നണികളോടുമുള്ള ഒരു മടുപ്പ് ജനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. കഴിഞ്ഞ തവണയും ഞാനവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ആവേശത്തോടു കൂടി ഒരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കുന്നമംഗലത്തെ ജനങ്ങൾ ഈ തവണ പ്രതികരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഈ പല വിധത്തിലുള്ള ലീഗാണ് LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. അപ്പം അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് CPM ലീഗ്, മറ്റത് കോൺഗ്രസ് ലീഗ്. അപ്പോൾ കഴിഞ്ഞ തവണ PT റഹീം അദ്ദേഹം ലീഗായിരുന്നല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിലും കുപ്പിയിലും ഒക്കെ മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ DCC ജനറൽ സെക്രട്ടറി ലീഗ് സ്വതന്ത്രമെന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ഒരു ചിഹ്നമൊന്നും ആർക്കും ഓർമ്മയില്ല, ഇപ്പോൾ വേറെ ഏതോ ഒരു ചിഹ്നത്തിൽ മത്സരിച്ചു. ഇത്തവണ യഥാർത്ഥത്തിൽ കൊടുവള്ളിയിലെ രണ്ട് ലീഗുകാർ തന്നെയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ കാരാട്ട് റസാഖ് തിരിച്ച് ലീഗിലേക്ക് പോയി. ഞാൻ മനസ്സിലാക്കുന്നത് PT റഹീം അദ്ദേഹം ഒരുമിച്ചായിരുന്നു ലീഗിൽ നിന്ന് വിട്ടിട്ട് ഈ സ്വതന്ത്ര പരിപാടിക്കൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇതൊരു ആളുകളെ പറ്റിക്കാനുള്ള ഒരു ഗിമ്മിക്ക് അവിടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു, വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളൊക്കെ ഇവിടെയും നടപ്പിലാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ജലജീവൻ മിഷൻ എങ്ങും എത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ലോക്കൽ ബോഡി ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൊടുക്കാത്തത് കൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കാത്തത്. 70 വയസ്സ് കഴിഞ്ഞായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇൻഷുറൻസ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. 3 വർഷമായി. ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. അതിൽ ആ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൻ്റെ തുകയിൽ ചെറിയൊരു തുക, ഒരു 400 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിട്ട് അടക്കണം. അതടക്കാത്തതുകൊണ്ട് അദ്ദേഹം ഈ സത്യത്തിൽ നടപ്പിലാക്കിയില്ല എന്ന് പറയുന്നതിനപ്പുറത്ത് കേരളത്തിൽ അർഹതപ്പെട്ട 39 ലക്ഷം ആളുകൾക്ക് ആ അവകാശം നിഷേധിക്കുന്ന ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ജനങ്ങൾ ചിന്തിക്കുകയാണ്, ഇപ്പം കേന്ദ്രം നരേന്ദ്രമോദിജി ഭരിക്കുമ്പോൾ അല്ലെ BJP ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് വികസനം വരാൻ അല്ലെങ്കിൽ വികസനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഏതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഈ തവണ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഈ തവണ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കാനാണ് മത്സരിക്കുന്നത്. കുന്നമംഗലത്ത് ജയിച്ച് കയറാൻ തന്നെയാണ് മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA PT റഹീം, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് MA റസാഖ് കരുത്തരായ രണ്ട് എതിരാളികളാണ്. അല്ല, ഞാനതാണ് പറയുന്നത്. ഈ കരുത്തർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇവരെ നടപ്പിലാക്കുന്ന വികസനങ്ങൾ, ഈ കോഴിക്കോടും പരിസരത്തും അവരെന്താ പറയുന്നത്, 25 കൊല്ലത്തെ സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിച്ചു, ഒരു റോഡിൻ്റെ ഉദ്ഘാടനം നടക്കും, ഇങ്ങനെയാണ് പറയുന്നത്. ഇത് മതിയോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ പ്രതിദിനം 2014 മുമ്പേ 12 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ 37 കിലോമീറ്ററാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല, നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. പ്രതിദിനം ഇന്ത്യയിൽ. അതാണ് ഈ സർക്കാരിൻ്റെ വേഗത എന്ന് പറയുന്നത്. ആ വേഗതക്കനുസരിച്ചിട്ടുള്ള വികസനം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ LDFിൻ്റെയും UDFിൻ്റെയും ഭാഗമായിട്ട് കരുത്തരാണോ അല്ലയോ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തിയില്ല. ജനങ്ങൾക്ക് വികസനം വേണം, നേട്ടം വേണം, ചെറുപ്പക്കാർക്ക് ജോലി വേണം. വേഗതയുടെ ഒരു കാലഘട്ടമാണ്. അത് പ്രദാനം ചെയ്യാൻ കഴിവുള്ള ആളുകൾ BJP ആണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മറ്റ് എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ പ്രചാരണ വിഷയങ്ങളായി ഉന്നയിക്കുന്നത്? കുന്നമംഗലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മാവൂർ ഗോളിയർ റോഡ്സ് പ്രധാനപ്പെട്ടതാണ്. 400 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുക. എത്ര വർഷമായി? ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 300 ഏക്കർ സ്ഥലം വേണം എയിംസിന് എന്ന് പറഞ്ഞിട്ട് 300 ഏക്കർ തികയാത്ത ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. ഒറ്റ സ്ഥലമാണ്. 3 പ്രപ്പോസൽ വേണം, പകരം 1 പ്രപ്പോസലേ കൊടുത്തിട്ടുള്ളൂ. അതിൽ ആവശ്യമായിട്ടുള്ള ഭൂമിയില്ല. 4 വരി പാത അതുമായിട്ട് ബന്ധിപ്പിക്കണം. ഇങ്ങനെ നോബ്സ് ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഒറ്റ അപേക്ഷ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പറ്റുന്ന മാവൂർ ഗോളിയോറൻസിൻ്റെ സ്ഥലം എന്തുകൊണ്ട് ഏറ്റെടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല? അപ്പോൾ അവിടെ ദല്ലാളുമാർക്ക് കമ്മീഷൻ കുറയുമെന്ന് വിചാരിച്ചിട്ടാണോ? അവിടെ ഇപ്പോൾ ആളുകൾ റിയൽ എസ്റ്റേറ്റ് മാഫിയൻ്റെ സ്ഥലമാണല്ലോ കാണിച്ചു കൊടുക്കുന്നത്. ഈ 400 ഏക്കർ ഏറ്റെടുത്താൽ ഭൂമിക്ക് ഒരു അസൗകര്യവും ഇല്ലയെന്ന് മാത്രമല്ല, ഇതിനിപ്പം വേറെ ഒരു ദുഷ്പേരും കേൾക്കേണ്ട കാര്യമില്ല. അവിടെ ദുഷ്പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
എന്തുകൊണ്ട് സർക്കാർ കണ്ണിൻ്റെ മുമ്പിൽ ഇത്തരമൊരു അവസരം ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല? ഇനി എയിംസ് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി മിനിസ്റ്ററായ സമയത്ത് ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന് മുമ്പാകെ ഞങ്ങൾ ഇങ്ങനൊരു കാര്യം ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ സ്ഥലം വിട്ടുതരികയാണെങ്കിൽ ഒരു ഇലക്ട്രോണിക് സിറ്റി ഞാനിവിടെ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു പോയതാണ്. നിലവിലെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അവിടെ തെങ്ങിലക്കടവ് ക്യാൻസർ സെൻറ്റർ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പൂട്ടിക്കിടക്കുകയാണ്. അതെന്താണ് അതിൻ്റെ ഇത്? ചെറുപ്പയിലെ ഹോസ്പിറ്റൽ നേരത്തെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുമായിട്ട് വേഗതയില്ല എന്ന് മാത്രമല്ല, ഉള്ളത് പൂട്ടിപ്പോവുകയാണ്. മാവൂർ കോളിയറോൺസ് പൂട്ടിപ്പോയി. എന്താണ് ബദൽ? ജനങ്ങളുടെ മുമ്പാകെ ഒരു ബദലും വെക്കുന്നില്ലല്ലോ. പൊളിറ്റിക്കൽ ഗിമ്മിങ്സ് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്നാലും കുന്നമംഗലത്ത് വലിയ പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടു കൂടിയാണ്, വലിയ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.